ഭൂമിയും കാലവും തെറ്റാതെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കൂടുകൂട്ടാൻ എത്തുന്ന ചില പറവകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിക്കടുത്ത് പല്ലാറിലാണ്. അങ്ങനെ ഒരു ഇടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് കിളികൾ ഇങ്ങനെ കൂട് കൂട്ടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്, കൂട് കൂട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചുൾപ്പെടെ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ മാഷു കൂടി നമ്മളോടൊപ്പം ചേരുന്നു. പക്ഷേ ഒരു പഠന കേന്ദ്രമായൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, ഒരു ചെറിയ ഗ്രാമം, പല്ലാർ ഗ്രാമം ഇത്രമേൽ പ്രശസ്തിയായത് ഈ ഒരു പക്ഷിയുടെ സാന്നിധ്യം കൊണ്ടാണ്. അതിൻ്റെ സാന്നിധ്യത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവിടെ ഒരു ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്നൊരു ഇടമാണ് പല്ലാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താമരക്കൊരു പ്രത്യേകത, വർഷം മുഴുവൻ വെള്ളക്കെട്ട് വേണം. വെള്ളക്കെട്ടാകുമ്പോൾ തീർച്ചയായും വെള്ളത്തിൽ ജലജീവികൾ വരും. ഈ ജലജീവികളെ ആശ്രയിച്ച് അവരെ ഭക്ഷിക്കാനാണ് ആദ്യമായി നീർപക്ഷികൾ വരുന്നത്. 2013 വെറും 12-13 ചേരാക്കൊക്കൻ ഓപ്പൺ ബിസ്റ്റോക്കാണ് ഇവിടെ കണ്ടിരുന്നത്, ഒരു കൂടി വെച്ചിരുന്നത്. ഇന്നിപ്പോൾ 2026 ആയപ്പോൾ 500-ലധികം ചേരാക്കൊക്കന്മാരുടെ കൂടാണ് ഇവിടെ. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചേരാക്കൊക്കൻ കൂട് വെക്കുന്ന ഒരു ഇടമായി പല്ലാർ മാറിയിട്ടുണ്ട്. അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരിടമായിട്ട് ഇത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണോ വർഷം തോറും ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഇങ്ങനെ എത്തുന്നതില്ല? പക്ഷേ തീർച്ചയായും 2 കാരണം. ഒന്ന്, അവർക്ക് ആവശ്യമായ ഭക്ഷണം ഇവിടെ വേണ്ട പോലെ ലഭിക്കുന്നുണ്ട്. ഒന്ന്, പിന്നെ സുരക്ഷയും. നാട്ടുകാരുടെ സുരക്ഷ മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വനം വകുപ്പിൻ്റെ സജീവ സാന്നിധ്യവും ഒരു സ്റ്റാഫിനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിത്യസന്ദർശനവും ഇത് പിന്നെ സംരക്ഷണ കാരണമാണ്. റിയക്കോ പോലുള്ള പരിസ്ഥിതി സംഘടനകളുടെ സജീവമായ ഇടപെടലും ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമേൽ ഇവിടെ സംരക്ഷണം കിട്ടാനും കാരണം, ഇവിടെ പിന്നെ വർദ്ധിക്കാനും കാരണമായിട്ടുള്ളത്. നാട്ടുകാരുടെ ഒരു ഇടപെടൽ അത് എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും നാട്ടുകാർ ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ അറിയാതെ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇന്ന് അതല്ല, ഇത് സംരക്ഷിക്കാൻ വേണ്ടി എന്തിനും അവർ ത്യാഗം ചെയ്യാറാണ്. ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏത് ത്യാഗം ചെയ്യാൻ അവർ നാട്ടുകാർ തയ്യാറാണ്. നമ്മൾ വരുമ്പോൾ ഈ തെങ്ങിൽ, ഈ പ്രദേശത്തെ ഓരോ വീട്ടിലെയും തെങ്ങിലിങ്ങനെ കുരുവികൾ ഉൾപ്പെടെ കൂടുകൂട്ടുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടെ കുരുവികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ ആറ്റക്കുരുവി, പിന്നെ ബായാവീവർ എന്ന് പറയുന്ന തൂക്കണാങ്കിലൂടെ 100ഓളം കൂടുകളാണ് ഇവിടെ കാണുന്നത്. ഒരു തെങ്ങിൽ തന്നെ 50 അതിലധികം, അതിന് 1 മീറ്ററിലധികം നീളമുള്ള മനോഹരമായ കൂടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതും തന്നെ പല്ലാറിൻ്റെ ഒരു മനോഹര കാഴ്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആളുകൾ എത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായും ആളുകൾ മാത്രമല്ല, കഴിഞ്ഞ വർഷമാണ് സ്വാതികല തങ്ങൾ അടക്കമുള്ളവരും, അതുപോലെ കഴിഞ്ഞ മാസം പിന്നെ മലയാള യൂണിവേഴ്സിറ്റിയുടെ VC ആയ പ്രസാദ് സാറും ഇവിടെ വന്ന് ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ വരട്ടെ, കാണട്ടെ. തീർച്ചയായും എല്ലാവരും കാണട്ടെ എന്ന് മാത്രമല്ല, ഈ പരിസ്ഥിതിയുടെ ഈ ഒരു പിന്നെ ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം ഇവർ സംരക്ഷിക്കുന്ന ഒരു ബോധം കൂടി അവരുണ്ടാക്കുക എന്നാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ്, കാണാൻ വളരെ മനോഹരമാണ്. പക്ഷേ അവയെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഷെഫീഖ് കർലായിക്കൊപ്പം V. സോണർ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.